ഏപ്രിലക്കം പ്രസാധകനിൽ പ്രസിദ്ധീകരിച്ച പേടി സ്വപ്നം എന്ന കഥ എനിക്ക് പലപ്പോഴും അകാരണമായ ഭയമാണ്. ചിലപ്പോഴൊക്കെ ശ്വാസം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ളപ്പോൾ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുകയും ചിലപ്പോഴൊക്കെ തല കറങ്ങുകയും ചെയ്യും. ഇത് കാരണം ജോലി സ്ഥലത്ത് എനിക്ക് ഈയിടെ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഡോക്ടർ, സുബിൻ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ കൂടുതലാണോ? ഡോക്ടർ രാജാമണി ചോദിച്ചു. ഞാൻ അടുത്തൊരു ബാങ്കിൽ ക്ലാർക്കാണ്. ജോലി കൂടുതൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിൽ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല, സുബിൻ പറഞ്ഞു. ഏതായാലും ഞാനൊരു മരുന്ന് കുറിച്ചു തരാം. ഉറക്കം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 മാസം കഴിഞ്ഞ് എന്നെ വന്ന് കാണൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം മാനസിക സംഘർഷം ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ സാധാരണമാണ്. മരുന്ന് കൃത്യമായി കഴിച്ചാൽ മതി, നമുക്ക് മാറ്റിയെടുക്കാം, ഡോക്ടർ പറഞ്ഞു. ബാങ്കിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് പറഞ്ഞാണ് ഡോക്ടറെ കാണാൻ പുറപ്പെട്ടത്. അവിടെ വലിയ തിരക്കില്ലാത്തത് കാരണം വേഗം ഇറങ്ങാൻ പറ്റി. ഇന്ന് 3:30 ട്രെയിൻ കിട്ടുമായിരിക്കും. പിന്നത്തെ ട്രെയിൻ ഉള്ളത് 6:30-ക്കാണ്. അല്ലെങ്കിൽ പിന്നെ ബസ് നോക്കണം. സുബിൻ ഒരു ഓട്ടോ എടുത്ത് സ്റ്റേഷനിലേക്ക് പോയി. സീസൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണ്ട. എഞ്ചിൻ്റെ അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ വലിയ തിരക്കുണ്ടാവില്ല. സുബിൻ മുന്നോട്ട് നടന്നു. പ്രദീപും ഷീല മാഡവും നേരത്തെ തന്നെ വന്ന് വണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവർ രാവിലത്തെ ട്രെയിനിൽ സഹയാത്രികരാണ്. വൈകുന്നേരം നേരം വൈകിയുള്ള ട്രെയിനിൽ വരുന്നത് കാരണം ഇവരെ കാണാറില്ല. പ്രദീപ് അവിടെ ഒരു സ്കൂളിലെ PT മാഷാണ്. പുള്ളി വലിയ ഗുസ്തി ചാമ്പ്യനൊക്കെയാണ്. തരം കിട്ടിയാൽ അതിൻ്റെ തള്ളൽ കഥകൾ പറഞ്ഞ് ബോറടിപ്പിക്കും. ഷീല മാഡം ഏതോ ഗവൺമെൻറ് ഓഫീസിലെ ജീവനക്കാരിയാണ്. എന്താ സുബിൻ സാറേ, ഇന്ന് നേരത്തെയാണല്ലോ, ബാങ്കിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടോ? പ്രദീപിൻ്റെ പരിഹാസം കലർന്ന ചോദ്യം. നല്ല സുഖം തോന്നിയില്ല, ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു, സുബിൻ പറഞ്ഞു. ഇപ്പോൾ പലതരം പനികളുള്ള സമയമാണ്, സൂക്ഷിക്കണം, ഷീല പറഞ്ഞു. പ്ലാറ്റ്ഫോം പൊതുവെ ശൂന്യമായിരുന്നു. ഉച്ച സമയമായതുകൊണ്ടാവും. അവരെ കൂടാതെ എതിരെയുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു പയ്യനും പെൺകുട്ടിയും സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ ഇന്ന് ലേറ്റ് ആണോ? ഫോണിൽ നോക്കിക്കൊണ്ട് സുബിൻ ചോദിച്ചു. പെട്ടെന്നൊരു ആക്രോശം കേട്ട് മൂവരും തല ഉയർത്തി നോക്കി. എതിരെയുള്ള പ്ലാറ്റ്ഫോമിലെ പയ്യനും പെൺകുട്ടിയും തമ്മിൽ എന്തോ വഴക്ക് നടക്കുകയാണ്. പയ്യന്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. അത് നമ്മുടെ ടൗണിലെ ജ്വല്ലറി ഉടമ മത്തായിച്ചൻ്റെ മകൻ ജോബിൻ അല്ലേ? പ്രദീപ് ചോദിച്ചു. ആ, എനിക്കറിയാൻ വയ്യ, താല്പര്യം കാണിക്കാതെ സുബിൻ മറുപടി പറഞ്ഞു. ട്രെയിൻ ഒന്ന് വന്നാൽ മതിയായിരുന്നു. എന്തൊക്കെ കാണേണ്ടി വരുമോ? ഷീല അടക്കം പറഞ്ഞു. പയ്യൻ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. പെണ്ണ് കുതറാൻ ശ്രമിക്കുന്നുണ്ട്. നിന്നെ ജീവനോടെ വെച്ചേക്കില്ല, പച്ചയ്ക്ക് കൊളുത്തി കളയും, പയ്യന്റെ ശബ്ദം ഉയർന്നു കേട്ടു. ഇടപെടേണ്ടി വരുമോ? ചുറ്റും നോക്കിക്കൊണ്ട് പ്രദീപ് ചോദിച്ചു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ വേറെ ആരെയും കാണുന്നുമില്ല. പെട്ടെന്ന് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് എല്ലാവരും ആശ്വാസത്തോടെ നോക്കി നിന്നു. എന്നാൽ എതിർദിശയിലേക്കുള്ള ട്രെയിനാണ് വന്നത്. രാജധാനിയാണ്. അതിന് ഇവിടെ സ്റ്റോപ്പില്ല. ഒരു നിമിഷം. പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് പെൺകുട്ടിയെ ഊക്കോടെ തള്ളിയിട്ടിട്ട് പയ്യൻ ഓടിമറിഞ്ഞു. നിലവിളിക്കാൻ പോലും ആവാതെ മൂവരും സ്തബ്ധരായി നോക്കി നിന്നു. ട്രെയിൻ കുറച്ചൊന്നു മാറി അലർച്ചയോടെ കിതച്ചു നിന്നു. ട്രെയിനിനുള്ളിൽ നിന്നും പുറത്തു നിന്നും നിലവിളികൾ ഉയർന്നു. ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് ട്രെയിൻ നിർത്തിയത്? ആരൊക്കെയോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പാളത്തിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ സുബിൻ ഒരു തൂണിൻ്റെ മറവിലിരുന്നു. റെയിൽവേ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആത്മഹത്യയാണെന്ന് ആരോ പറഞ്ഞു. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെങ്കിലും വേണോ? അച്ഛനമ്മമാർക്ക് പോയി, അല്ലാതെന്താ? ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സുബിൻ ആരോടും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. അമ്മ കഴിച്ചു കിടന്നിരുന്നു. എന്താ മോനെ ഇത്ര വൈകിയത്? നിന്നെ വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ. ട്രെയിൻ കിട്ടിയില്ല അമ്മേ, ഇറങ്ങാൻ വൈകി. അതിനിടയിൽ ഫോൺ എവിടെയോ കളഞ്ഞുപോയി. അത് തിരഞ്ഞു നടന്ന് കുറേ നേരം. ഇനി പുതിയതൊന്ന് വാങ്ങണം, സുബിൻ പറഞ്ഞു. നീ വലുതും കഴിച്ചോ? ഇല്ല അമ്മേ, ഞാൻ കുളിച്ചിട്ട് വന്ന് എടുത്ത് കഴിച്ചോളാം, അമ്മ കിടന്നോളൂ, സുബിൻ പറഞ്ഞു. തലയ്ക്ക് മുകളിൽ പായുന്ന പാളങ്ങൾ സ്വപ്നം കണ്ട് കിതച്ചുകൊണ്ട് സുബിൻ ഉണർന്നു. ഡോക്ടർ പറഞ്ഞു തന്ന ശ്വാസക്രമം പരീക്ഷിച്ചു നോക്കി. ക്രമേണ ശ്വാസം സാധാരണഗതിയിലായി. മരുന്ന് കഴിച്ച് വീണ്ടും കിടന്നു. ഇന്ന് നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? സമയം 8 മണിയായല്ലോ. പ്രദീപിനെ കുലുക്കി വിളിച്ചുകൊണ്ട് സീമ ചോദിച്ചു. ഞാൻ ഇന്ന് പോകുന്നില്ല, വേറെ കുറച്ച് പണിയുണ്ട്, പ്രദീപ് പറഞ്ഞു. നീ ആ പേപ്പർ ഒന്ന് എടുത്തേ. പേപ്പർ മറിച്ചു നോക്കിയപ്പോൾ അകത്തെ പേജിൽ വാർത്തയുണ്ട്. അഞ്ജലി എന്നാണ് പെൺകുട്ടിയുടെ പേര്. സ്കോളർ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. അച്ഛനും അമ്മയും സഹോദരനുമാണുള്ളത്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം ചാനലുകളിൽ കാണിക്കുന്നുണ്ട്.
നിങ്ങളിനി അത് പോലീസിൽ പറയാനൊന്നും പോവണ്ട. ഇല്ല, അതെനിക്ക് അറിഞ്ഞുകൂടെ. ഇന്നലത്തെ വെപ്രാളത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. നീ ഇത് ആരോടും പറയാതിരുന്നാൽ മതി. ഞാനൊന്ന് നടന്നിട്ട് വരാം, നീ ചായ എടുത്തോ, പ്രദീപ് പറഞ്ഞു. കുറച്ചൊന്ന് നടന്നിട്ട് പ്രദീപ് മൊബൈൽ ഫോൺ എടുത്ത് മാത്യു ജോർജിനെ വിളിച്ചു. മാത്യു സർ, ഇത് പ്രദീപാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സാറിൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഗുസ്തി ഫെഡറേഷൻ നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പിന് സ്പോൺസർ ചെയ്യാമോ എന്ന് ചോദിക്കാൻ. ഇത്ര രാവിലെ തന്നെ എന്താ പ്രദീപ് ആവശ്യം? ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ്, മാത്യു മറുപടി പറഞ്ഞു. സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സാറിൻ്റെ മകൻ്റെ കാര്യമാണ്. സംഗതി ഗൗരവമുള്ളതാണ്. ഫോണിൽ കൂടി ഞാൻ കൂടുതൽ പറയുന്നില്ല, പ്രദീപ് പറഞ്ഞു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മാത്യു പറഞ്ഞു, താൻ ഒരു കാര്യം ചെയ്യേ. സിറ്റിയിലുള്ള സഫയർ ഹോട്ടൽ അറിയില്ലേ? ഉച്ചയ്ക്ക് അങ്ങോട്ട് വാ, ഞാൻ റിസപ്ഷനിലുണ്ടാവും. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ശരി, ഉച്ചയ്ക്ക് കാണാം, പ്രദീപ് പറഞ്ഞു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നല്ലൊരു അവസരമാണ് വന്നുപെട്ടിരിക്കുന്നത്, പ്രദീപ് ഓർത്തു. ഉച്ചയ്ക്ക് സഫയർ ഹോട്ടലിൽ എത്തിയപ്പോൾ മാത്യു ജോർജ് എത്തിയിട്ടില്ല. സാർ എത്തിയിട്ടില്ല, ഇരിക്കാൻ പറഞ്ഞു, റിസപ്ഷനിസ്റ്റ് പ്രദീപിനോട് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാത്യു എത്തി. നമുക്ക് റൂമിലേക്ക് ഇരിക്കാം, മാത്യു പറഞ്ഞു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. എന്താണ്, സീരിയസ് ആയി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? മാത്യു ചോദിച്ചു. സാറേ, ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. പ്രദീപ് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. എൻ്റെ മോൻ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? വലിയ ഭാവഭേദമൊന്നുമില്ലാതെ മാത്യു ചോദിച്ചു. എനിക്ക് ജോബിന് പരിചയമുണ്ട്. ഞങ്ങളുടെ ടൂർണമെൻറ്റിലിടയ്ക്ക് അവൻ പങ്കെടുക്കാറുണ്ട്. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. താൻ ഇവിടെ ഇരിക്കെ. കുറച്ചു കഴിഞ്ഞ് മാത്യു മുറിയിലേക്ക് മടങ്ങി വന്നു. ഞാൻ അവനോട് ചോദിച്ചു. അവൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ട്രെയിൻ വരുന്നതിന് മുൻപ് അവൻ അവിടെ നിന്ന് തിരികെ പോന്നു എന്നാണല്ലോ പറയുന്നത്. അവൻ തള്ളിയിടുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. എൻ്റെ കൂടെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. അവരും കണ്ടു കാണും. അവർക്കറിയുമോ ജോബിനെ? അത് എനിക്കൊരബദ്ധം പറ്റി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ കഴിയില്ലല്ലോ. എൻ്റെ വായിൽ നിന്ന് വീണിരുന്നു അത് ജോബിനാണെന്ന്. അവർ പേര് ശ്രദ്ധിച്ചോ എന്നറിയില്ല. പിന്നെ അതിലൊരാൾ ഫോട്ടോ എടുത്തോ എന്ന് ഒരു സംശയമുണ്ട്. അവർ ആരൊക്കെയാണെന്നറിയാമോ? ഒരാൾ ബാങ്കിലെ ക്ലർക്കാണ്, സുബിൻ എന്നാണ് പേര്. ഒരു സാധു പ്രകൃതക്കാരനാ. ഒരു വഴക്കിനും പോവാറില്ല. ട്രെയിനിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അങ്ങേരൊന്നിലും ഇടപെടാറില്ല. ആ ഷീല എന്ന് പറഞ്ഞ സ്ത്രീ ഒരു പ്രാരാബ്ധക്കാരിയാണെന്ന് തോന്നുന്നു. ഭർത്താവിന് എന്തോ ചെറിയ പണിയാണ്. അപ്പോൾ 2 പേരും കാശിനൊക്കെ ആവശ്യമുള്ളവരായിരിക്കും അല്ലേ? മാത്യു ചോദിച്ചു. അതിപ്പോൾ കാശിന് ആർക്കാണ് സാറേ ആവശ്യമില്ലാത്തത്? പ്രദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നേരാണ്. ആ തലതെറിച്ചവനെ കൊണ്ട് എന്നും പ്രശ്നങ്ങളാണ്. അടുത്ത ആഴ്ച ദുബായിലേക്ക് വിടാനിരുന്നതാ. അപ്പോഴാണ് പുതിയ ഏടാകൂടം. ഇക്കാര്യത്തിൽ പ്രദീപ് എന്നെ ഒന്ന് സഹായിക്കണം. പോലീസ് ആത്മഹത്യ എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നതെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ 2 പേരുടെയും നിലപാട് എന്താണെന്ന് അറിയണം. അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സംഗതികൾ ഒതുങ്ങുമായിരിക്കും. നമുക്ക് വേണ്ടത് ചെയ്യാം, മാത്യു പറഞ്ഞു. നിർത്താതെയുള്ള ഫോണിൻ്റെ ബെൽ കേട്ടാണ് ഷീല അടുക്കളയിൽ നിന്ന് വന്നത്. എടുത്തു നോക്കിയപ്പോൾ അങ്ങേ തലയ്ക്കൽ പരിചയമുള്ളൊരു ശബ്ദം. ഷീല ചേച്ചി, ഇത് പ്രദീപാണ്, മനസ്സിലായോ? ഇന്നലത്തെ സംഭവം കഴിഞ്ഞ് വീട്ടിൽ എപ്പോൾ എത്തി? ഞാൻ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ നിങ്ങളെ 2 പേരെയും അവിടെ കണ്ടില്ല, പ്രദീപ് പറഞ്ഞു. ഓ, ഇന്നലത്തെ കാര്യമൊന്നും പറയണ്ട. ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞു നിന്നു. പിന്നെ പോലീസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോന്നു. ആ പെണ്ണ് ചാടിയതാണല്ലേ? എനിക്ക് അന്നേരം ഒരു ഫോൺ വന്നിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങേര് വിളിച്ചതാ, വരുമ്പോൾ പാല് മേടിക്കണമെന്ന് പറയാൻ. പെട്ടെന്നൊരു ശബ്ദമേ ഞാൻ കേട്ടുള്ളൂ. പിന്നെ ട്രെയിനിൻ്റെ ശബ്ദവും. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാനാണെങ്കിൽ നിങ്ങളെ ആരെയും കാണാനില്ല. ആ പയ്യൻ എന്തു പറ്റി? നിങ്ങളെന്തോ പേര് പറഞ്ഞിരുന്നല്ലോ, ഷീല ചോദിച്ചു. ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ നിന്ന് പോയിരുന്നു. അത് ഞാൻ പറഞ്ഞ പയ്യനല്ല, ആള് മാറിയതാണ്. ആ പെണ്ണ് ചാടിയതാണ്, ഞാൻ കണ്ടിരുന്നു, പ്രദീപ് പറഞ്ഞു. ഞാൻ പോലീസിൽ പറയാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും. എന്തിനാ വെറുതെ പൊല്ലാപ്പ്, പ്രദീപ് കൂട്ടിച്ചേർത്തു. ഞാനും ആരോടും പറയാൻ പോയില്ല. ഒന്നാമത്തെ കാര്യം ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഓർത്താൽ തന്നെ പേടിയാവുന്ന സംഭവം. പോലീസിലൊന്നും പറയാൻ പോകുന്നില്ല, ഷീല പറഞ്ഞു. ശരി ചേച്ചി, ഞാൻ വെറുതെ വിളിച്ചതാണ്. സമയത്തിനൊക്കെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി. മത്തായിച്ചൻ്റെ മകൻ ജോബിൻ. തനിക്കങ്ങനെ ഓർമ്മക്കുറവൊന്നുമില്ല, ഷീല ഓർത്തു. എന്നാലും എന്തൊരു കള്ളനാണ് ഈ പ്രദീപ്. ഒരു കൂസലുമില്ലാതെയല്ലേ പറഞ്ഞത് ട്രെയിൻ വരുന്നതിന് മുമ്പ് ആ പയ്യൻ അവിടെ നിന്ന് പോയിരുന്നുവെന്ന്. ആ പെൺകൊച്ചിനെ തള്ളിയിടുമ്പോഴുള്ള ആ പയ്യൻ്റെ മുഖത്തെ ക്രൗര്യഭാവം മരിച്ചാലും മറക്കില്ല. മൊബൈലിലെടുത്ത ഫോട്ടോസിൽ പയ്യൻ്റെ മുഖം അത്ര വ്യക്തമല്ല, എന്നാലും ആളെ തിരിച്ചറിയാൻ കഴിയും. പ്രദീപിന് കാര്യമായി എന്തോ തടഞ്ഞ ലക്ഷണമുണ്ട്, ഷീല ഊറിച്ചിരിച്ചു. ഫോട്ടോസ് തൽക്കാലം കളയണ്ട, പിന്നീട് ആവശ്യം വന്നേക്കും. സുബിൻ ഉച്ചയ്ക്ക് ബാങ്കിൽ എത്തിയപ്പോൾ മാനേജർ ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ. തന്നെ അന്വേഷിച്ച് ഇവിടെ ആരൊക്കെയോ വിളിച്ചിരുന്നു. അത് സാറേ, ഇന്നലെ എൻ്റെ ഫോൺ കളഞ്ഞുപോയി. പുതിയ ഒരെണ്ണം മേടിക്കേണ്ടി വന്നു. പുതിയ സിം വാങ്ങി ഇടാനൊക്കെയായി കറങ്ങി നടക്കുകയായിരുന്നു. അന്ന് ബാങ്കിൽ പണികൾ നിറയെ ഉണ്ടായിരുന്നത് കാരണം പതിവിലും വൈകിയാണ് സുബിൻ ഓഫീസ് വിട്ടിറങ്ങിയത്. പുറത്ത് പ്രദീപ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
ഞാൻ ഈ വഴി പോയപ്പോൾ തന്നെ ഒന്ന് കാണാമെന്ന് കരുതി കയറിയതാണ്, പ്രദീപ് പറഞ്ഞു. ഇന്നലത്തെ സംഭവം വാർത്തകളിലുണ്ട്. ആത്മഹത്യ എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മൾ കണ്ട വിവരങ്ങൾ ആരോടും പറയാതിരിക്കുന്നതാവും നല്ലത്, പ്രദീപ് പറഞ്ഞു. പക്ഷേ പോലീസ് നമ്മളെ തിരിഞ്ഞ് എത്താതിരിക്കില്ല. നമ്മൾ ആ സ്റ്റേഷനിലെ പതിവ് യാത്രക്കാരല്ലേ. ആരെങ്കിലും നമ്മളെ അവിടെ കണ്ടു കാണും, സുബിൻ പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്താൽ പോരെ, പ്രദീപ് ചോദിച്ചു. അത് അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യമല്ലേ. നമുക്ക് ആലോചിക്കാം, സുബിൻ പറഞ്ഞു. ഷീല മാഡത്തിനോട് സംസാരിച്ചോ? അവർ എന്തു പറഞ്ഞു? അവർക്ക് ആ സമയത്ത് ഒരു ഫോൺ വന്നതുകൊണ്ട് അവർ ഒന്നും കണ്ടില്ലെന്നാണ് പറയുന്നത്, പ്രദീപ് പറഞ്ഞു. സുബിന് അതത്ര വിശ്വസനീയമായി തോന്നിയില്ല. അവർ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നത് താൻ കണ്ടതാണ്. പ്രദീപിന് എന്താണ് ഇക്കാര്യത്തിൽ ഒരു പേടിയുള്ളതുപോലെ? ഏയ്, പേടിയുടെ ഒന്നും കാര്യമല്ല. നമ്മൾ വെറുതെ പുലിവാല് പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ശരി, നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം, സുബിൻ പറഞ്ഞു. വൈകുന്നേരം പ്രദീപ് മാത്യുവിനെ വിളിച്ചു. സാറേ, ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. ആരും പോലീസിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ പെണ്ണുമ്പിള്ള ഒന്നും കണ്ടിട്ടില്ല. അവർക്ക് മോൻ്റെ പേര് പോലും ഓർമ്മയില്ല. മറ്റവനൊരു പേടിത്തൊണ്ടനാണ്. അവനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അവൻ്റെ ഓഫീസിലുള്ളവർ പറയുന്നത് ഒരു 8 കാലി അടുത്തുകൂടെ ഓടിപ്പോയാൽ അവൻ മേശപ്പുറത്ത് കയറി നിൽക്കുമെന്നാണ്. അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ആരുടെ കയ്യിലും ഫോട്ടോസ് ഒന്നുമില്ല. സാർ ധൈര്യമായി മോനെ ദുബായിലേക്ക് അയച്ചോ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരി പ്രദീപ്, വലിയ ഉപകാരം. ഞാൻ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ വന്ന് വേണ്ടതുപോലെ കാണുന്നുണ്ട്, മാത്യു പറഞ്ഞു. വഴക്കുകൾ പേടിയാണ് എന്നുള്ളതുകൊണ്ട് തെറ്റുകൾക്ക് കൂട്ടുനിൽക്കണമെന്നില്ലല്ലോ. ഇവിടെ താൻ കണ്ണടച്ചാൽ പിന്നെ ഒരിക്കലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല, സുബിൻ ഓർത്തു. വഴക്കുകൾക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഒരു വക്കീലിൻ്റെ സഹായം തേടുകയാവും നല്ലത്. സാമൂഹ്യ പ്രവർത്തകനും തൻ്റെ സുഹൃത്തുമായ ജയദേവൻ വക്കീലിനെ കാണാനായി സുബിൻ പുറപ്പെട്ടു. ജയദേവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേസാവുമ്പോൾ മറ്റവർ രണ്ടുപേരും സാക്ഷി പറയില്ല എന്ന് ഉറപ്പാണോ? ജയദേവൻ പറഞ്ഞു. എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പോലീസ് ചോദിച്ചാൽ പറയുമോ എന്നറിയില്ല. അപ്പോൾ ഇത് കൊലപാതകമാണെന്ന് പറയാൻ തൻ്റെ മൊഴി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ജയദേവൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാവും. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഞാൻ സംസാരിക്കാം. പോലീസിലും നമുക്ക് പറയാം. ഞാൻ കൂടെ വരാം. ഇതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടല്ലോ അല്ലേ? ജയദേവൻ ചോദിച്ചു. ഞാൻ നന്നായി ആലോചിച്ചിട്ടാണ് നിന്നെ വന്ന് കണ്ടത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതല്ല. ഞാൻ കണ്ടതാണ് അവൻ ആ കുട്ടിയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടുന്നത്. അത് എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറുമാണ്. എൻ്റെ മൊഴി മാത്രമാവില്ല തെളിവ്. അവരുടെ വഴക്ക് തുടങ്ങിയപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാൻ വെറുതെ ഫോണിലെ വീഡിയോ ഓണാക്കിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി കാണാം അവൻ അവളെ തള്ളിയിടുന്നത്. ആ മൊബൈൽ കൊണ്ടു നടക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നി. ഞാൻ അന്ന് തന്നെ അത് എൻ്റെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ കോടതിയിൽ ഹാജരാക്കാം, സുബിൻ പറഞ്ഞു. ഞാൻ പേടിയുള്ള ആൾ തന്നെയാണ്. ആരെങ്കിലും അടിക്കാൻ വന്നാൽ തിരിഞ്ഞു നിന്ന് എതിരിടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഞാൻ ഓടിക്കളയുക തന്നെ ചെയ്യും. പക്ഷേ എൻ്റെ ബുദ്ധിക്ക് തകരാറൊന്നുമില്ല. ഫോണിലൂടെയുള്ള ഭീഷണികൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അത് ഇനിയും കൂടുമെന്നും എനിക്കറിയാം. നമുക്ക് നേരിടാം, സുബിൻ പറഞ്ഞു. പക്ഷേ ഇന്ന് എൻ്റെ ഉറക്കം കളയുന്നത്, എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അതൊന്നുമല്ല. പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുന്നിൽ റെയിൽപാളത്തിന് മുകളിലേക്ക് എടുത്ത് എറിയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ മുഖമാണ്. അതിലെ കുറ്റപ്പെടുത്തലാണ്. ആ കണ്ണുകളിലെ ദൈന്യതയാണ്. അവളെ കൊലപ്പെടുത്തുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്ന ഞങ്ങളോടുള്ള അവജ്ഞയാണ് ആ മുഖഭാവത്തിൽ നിറഞ്ഞു നിന്നത്. അവളുടെ മുഖം എന്നെ വേട്ടയാടുന്നു. ആ കണ്ണുകൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ പേടി സ്വപ്നത്തിൻ്റെ നിഴലിൽ ഞാൻ ജീവിക്കേണ്ടി വരും. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്.